നമ്മുടെ നാട്ടിലെ CPM സൈബർ സഖാക്കന്മാർ എന്നാണൊന്ന് നന്നാവുക എന്ന് എത്ര നോക്കിയിരുന്നിട്ടും നന്നാവില്ല എന്ന് ഉറപ്പിച്ചു തന്നെയാണ്. ഇപ്പൊ അവർക്കിപ്പോ ആരെയെങ്കിലും ആക്രമിക്കണമെങ്കിൽ എതിർ പാർട്ടിക്കാരോ എതിർ ചേരിക്കാരോ ഒന്നും ആകണമെന്നില്ല. സ്വന്തം ചേരിയിലുള്ളവരെ തന്നെ ഇവർക്ക് ഇഷ്ടപ്പെടാത്ത ഇവർ ലക്ഷ്യം വെച്ചു കഴിഞ്ഞാൽ ഏത് വിധേനയും അവർ ആക്രമിച്ചില്ലാതാക്കും. സൈബർ ആക്രമണം നിൽക്കട്ടെ, സ്വന്തം തട്ടകത്തിൽ ഇരുന്നവരെ തന്നെ 51 വെട്ട് കൊന്നവരാണ്. പിന്നെ അതുപോലെ നവീൻ ബാബു ഈ പാർട്ടി അനുഭാവിയായിരുന്നിട്ട് കൂടി അദ്ദേഹത്തെ തീർത്ത് കളഞ്ഞവരാണ്. തീർത്ത് കളഞ്ഞെന്ന് തന്നെ പറയാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. എന്നിട്ട് അവരെല്ലാം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായിട്ടാണ് ഇപ്പൊ കുറിപ്പുകൾ പങ്കുവെക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോ ജി സുധാകരൻ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു സൈബർ ആക്രമണം നടക്കുകയാണ്. ആലപ്പുഴയിൽ KPCC സംഘടിപ്പിച്ച ഒരു സാംസ്കാരിക പരിപാടിയിൽ അദ്ദേഹം ഒരു ഗസ്റ്റായി പോയിരുന്നു. ആ ഒരു സംഭവത്തെ തുടർന്ന് അദ്ദേഹം ഏറ്റുവാങ്ങുന്ന ഒരു സൈബർ ആക്രമണം എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല. ആ ഒരു സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുത്തത് ഇത് വലിയൊരു അപരാധമായിട്ടാണ് ഈ CPM സൈബർ പോരാളികൾ വിലയിരുത്തുന്നത്. മുൻപൊരിക്കൽ ശശി തരൂർ അദ്ദേഹം ഒരു ഈ കക്ഷി രാഷ്ട്രീയത്തിൽ അതീതനായിട്ട് കാര്യങ്ങളെ വിലയിരുത്തുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളെ കുറിച്ചും വ്യവസായത്തെ കുറിച്ചും എല്ലാം പോസിറ്റീവായിട്ട് ഒരു ലേഖനം എഴുതിയിരുന്നു. അന്നെല്ലാം ഇവർ ഒരുപാട് പ്രകീർത്തിച്ചു അദ്ദേഹത്തെ. അദ്ദേഹത്തിന്റെ ഉള്ളിൽ രാഷ്ട്രീയക്കാരൻ വളരെ മഹാത്മാവാണ്, വാഴ്ത്തുപാട്ടുകളായിരുന്നു അവർ. അപ്പൊ അതില് രാഷ്ട്രീയത്തിലുപരിയായിട്ട് അവരെ പുകഴ്ത്തിയത് കൊണ്ട് അദ്ദേഹം വലിയവനായി. പക്ഷെ ഇന്നിപ്പോ ജി സുധാകരന് ആ ഒരു പ്രിവിലേജ് എന്തുകൊണ്ട് ഇവർ കൊടുക്കുന്നില്ല? അധിക്ഷേപം എന്ന് പറഞ്ഞാൽ ഇന്ന് കുടുംബത്തെ ചേർത്താണ് ഈ പറയുന്നത്. ഇവരൊന്നും ഒരിക്കലും നന്നാവില്ല അല്ലേ? അല്ല, ഈ ജി സുധാകരനെതിരായിട്ടുള്ള CPM-ന്റെ സൈബർ അണികളുടെ അധിക്ഷേപം തുടങ്ങിയിട്ട് കഴിഞ്ഞ കുറെ കാലങ്ങളായി. കാരണം ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കപ്പെട്ടിരുന്നു. അദ്ദേഹം അന്ന് മുതൽ ചില കാര്യങ്ങൾ തുറന്നു പറയുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഒരു പെരുമാറ്റമൊക്കെ. അപ്പോഴും തങ്ങൾക്ക് ഹിതമല്ലാത്ത കാര്യങ്ങൾ പറയുന്ന ഘട്ടത്തിലൊക്കെ തന്നെ ജി സുധാകരനെതിരെ അദ്ദേഹം തലമുതിർന്ന ഒരു നേതാവാണ്. പാർട്ടിയുടെ ആലപ്പുഴ പോലെയുള്ള വിപ്ലവ വീര്യം ഏറുന്ന ഒരു മണ്ണിൽ നിന്നുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിനെതിരെ ഒരു ഇതുമില്ലാത്ത രീതിയിൽ ചെറിയ പിള്ളേർ, ഇപ്പം മുളച്ചു വന്ന പിള്ളേർ ഉൾപ്പെടെ അങ്ങേയറ്റം അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങളാണ് നടത്തുന്നത്. ഏറ്റവും ഒടുവിൽ പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ ഒരു പരിപാടി, KPCCയുടെ ഒരു സാംസ്കാരിക പരിപാടി, സംസ്കാരവും രാഷ്ട്രീയവും ഇന്ന് നാളെ എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ അദ്ദേഹം ഒരു പ്രസംഗം, ഒരു പ്രത്യേക ഒരു സെമിനാറാണ്. ആ സെമിനാറിൽ അദ്ദേഹം പങ്കെടുത്തുനിന്ന് പ്രസംഗിച്ചതാണ്. അതിപ്പോൾ ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, നമ്മൾ ഈ കോൺഗ്രസ്സുകാരുമായിട്ടൊക്കെ കാണുമ്പോൾ എന്താണ് കണ്ണടച്ച് നടക്കണോ, അവരോടൊക്കെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പ് പോലെ അല്ലാതുള്ള വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം വേണം, അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രത്തോളം രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ സാധിക്കുമെന്നുൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ തനിക്ക് ഇവിടെ വന്ന് സംസാരിക്കാൻ കഴിയും, കോൺഗ്രസിന്റെ വേദിയിൽ വന്ന് സംസാരിക്കാൻ കഴിയും എന്ന് പറഞ്ഞ് അദ്ദേഹം നടത്തിയൊരു പ്രസംഗം. അദ്ദേഹം നേരത്തെ തന്നെ പറയുന്നുണ്ട്, ഇത്തരത്തിൽ പലപ്പോഴും അദ്ദേഹം കോൺഗ്രസിലെ കാണുന്ന പറഞ്ഞുകൊണ്ട് ഈ സൈബർ സഖാക്കൾ തന്നെ വിമർശനം ഉന്നയിക്കുക, അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയും ചെയ്തപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞു, ഞാൻ പാർട്ടിയൊന്നും വിടുന്നതല്ല, പക്ഷെ ചില കാര്യങ്ങൾ പറയുകയാണ്. ഏറ്റവും അടുത്ത് അദ്ദേഹം ഈ ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സ്വർണ്ണപ്പാളി വിവാദത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, നേരത്തെ അദ്ദേഹം ഈ നമ്പർ 1 കേരളം എന്നുള്ള ആ ഒരു പുകഴ്ത്തലിനെ അദ്ദേഹം വിമർശിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗുണ്ട്, നമ്മളെല്ലാത്തിനും ഈ നമ്പർ 1 കേരളം എന്ന് പറയുന്നുള്ളൂ, അപ്പോൾ ഇതിലും നമ്മൾ നമ്പർ 1 ആണെന്ന് പറയേണ്ടി വരുമല്ലോ, ഈ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോകുന്നതില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അന്നേ ഞാൻ പറഞ്ഞിരുന്നതാണ്, നമ്പർ 1 കേരളം എന്നുള്ള പുകഴ്ത്തലൊന്നും തന്നെ വേണ്ട കാര്യമില്ല, നമ്മൾ ആർക്കും അങ്ങനെ നമ്പർ 1 ആകാൻ പറ്റില്ല, പൂർണ്ണമായിട്ടും നമുക്കൊന്നും നേടാൻ കഴിയില്ല, ചില പരിമിതികളൊക്കെ വരും, അപ്പോൾ നമ്മൾ അങ്ങനെ വെറുതെ സ്വയം അങ്ങനെ മേനിനടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അത്തരം ഒരു പരാമർശം അദ്ദേഹം നടത്തി സ്വർണവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ പല ഘട്ടങ്ങളിലും അദ്ദേഹം ഇങ്ങനെ പരാമർശങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ ഇതേ രീതിയിൽ അദ്ദേഹം സൈബർ ആക്രമണം നേരിടുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ സഹോദരൻ ഒരു രക്തസാക്ഷിയാണ്. അപ്പോൾ ആ ഒരു ഇതില്ലായിരുന്നുവെങ്കിൽ, ലേബൽ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കൈകാര്യം ചെയ്തതിനല്ലെങ്കിൽ വേറെ രീതിയിലൊക്കെ പലതും ഞങ്ങൾ പറഞ്ഞേനെ, വിളിച്ചേനെ, അതായത് അദ്ദേഹത്തെ വിളിച്ചേനെ, അധിക്ഷേപിച്ചേനെ, ഇതിൽ കൂടുതൽ അധിക്ഷേപം ഉണ്ടായേനെ എന്നൊരു രീതിയിലാണ് ഒരു CPM-ന്റെ ഒരു അണികൾ എന്ന് പറയാവുന്ന ചിലരൊക്കെ തന്നെ ചില ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടിരിക്കുന്നത്. ഇതിന്റെ നമ്മൾ വേറൊരു സംഭവം നോക്കുകയാണെങ്കിൽ ഇതിനെയൊക്കെ ഇപ്പോഴും തങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്ന തങ്ങളുടെ പാർട്ടിയിലെ ഒരു നേതാവിനെതിരെ ഇവർ നടത്തുന്ന അധിക്ഷേപമാണ്. നേരത്തെ പറഞ്ഞ ശശി തരൂരിന്റെ കാര്യം, അതിലും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുണ്ട് ഇവിടെ, നമ്മുടെ KV തോമസ്, ഓർമ്മ കാണുമല്ലോ. അദ്ദേഹം CPM-ന്റെ ഒരു സെമിനാറിൽ പങ്കെടുത്തു. അന്ന് ഹൈക്കമാൻഡ് ഉൾപ്പെടെ അദ്ദേഹത്തെ വിലക്കിയതാണ്. വിലക്ക് ലംഘിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ പങ്കെടുക്കുകയും CPM-നെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രസംഗിക്കുകയും ഒക്കെ തന്നെ ഇതവരുടെ പാർട്ടി സമ്മേളനത്തിലാണ്, അതിന്റെ ഒരു സെക്ഷനിലാണ് പങ്കെടുത്ത് സംസാരിച്ചത്. അതിനെതിരെ കോൺഗ്രസ് ശബ്ദമുയർത്തിയപ്പോൾ ഇവര് അഭിപ്രായ സ്വാതന്ത്ര്യം പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ KV തോമസിനെ ചേർത്ത് പിടിച്ച ഒരു ആൾക്കാരാണ് ഇവര്. അതാണ് ഓരോ വിഷയത്തിലും അവരുടെ ഇരട്ടത്താപ്പ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അവര്. ഈ പറഞ്ഞ പോലെ ശശി തരൂരിന്റെ കാര്യം, ശശി തരൂര് ഒരു ഇത് എഴുതി, ലേഖനം എഴുതി ഇന്ത്യൻ എക്സ്പ്രസിൽ. അത്
ഈ ഇടത് സർക്കാരിനെ പിന്തുണച്ചുകൊണ്ടാണ്. അദ്ദേഹം നിലവിൽ ഈ സർക്കാർ ഇത്രയധികം കുത്തഴിഞ്ഞു പോകുന്നതിനിടയ്ക്കും അദ്ദേഹം ഈ പറയുന്ന വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ്, ഈ സ്റ്റാർട്ടപ്പുകളും ഒക്കെ തന്നെ വലിയ രീതിയിൽ വികസിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ലേഖനം അവർക്ക് അനുകൂലമായിട്ട് ഒരു ലേഖനം എഴുതി. അതിനെതിരെ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെ പോലൊരു പാർട്ടിയിൽ നിന്ന് ചില വിമർശനങ്ങൾ ഉണ്ടാകാം. അല്ലാതെ അദ്ദേഹത്തെ വേറെ രീതിയിൽ അധിക്ഷേപിക്കാനൊന്നും കോൺഗ്രസ് പോയില്ല. അപ്പോൾ ചില വിമർശനങ്ങൾ ഉണ്ടായപ്പോൾ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദ് ഉൾപ്പെടെയാണ് അദ്ദേഹത്തെ ഞങ്ങൾ ചേർത്ത് പിടിക്കും, കോൺഗ്രസ് വിട്ടുകഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് പിന്തുണയുമായിട്ട് വന്നപ്പോൾ ഇവർക്ക് ഈ വിഷയത്തിൽ ഓരോ സമയത്തും ഓരോ കാഴ്ചപ്പാടിന് ഇരട്ടത്തപ്പാണ് ഉള്ളത്. കെ.വി. തോമസിന്റെ വിഷയത്തിലാണെങ്കിലും അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നവരെയൊക്കെ തന്നെ അവർ ചേർത്ത് പിടിക്കും. അതേസമയം തങ്ങൾക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഈ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ അവരെടുത്ത് അട്ടത്ത് വെക്കും. ആ രീതിയിലാണ് അവർ പോകുന്നത്. എന്തായാലും സുധാകരനെതിരെ നടക്കുന്ന സുധാകരനെതിരെ നടക്കുന്ന അങ്ങേയറ്റം അധിക്ഷേപകരമായിട്ടുള്ള ഒരു സൈബർ അറ്റാക്കാണ്. അദ്ദേഹം ഇന്ന് അതിനെ പറയുന്നുണ്ട് കേട്ടോ, ഗ്യാങ്സ്റ്ററിസം നടക്കുകയാണ് ആലപ്പുഴ ജില്ലയിൽ. അതാണ് തനിക്കെതിരായിട്ട് ഒരു ഗൂഢാലോചന നടന്നുകൊണ്ട് തന്നെ തേജോവധം ചെയ്യാനായിട്ട് നടക്കുന്നുണ്ട്. അതിനകത്ത് ഒരു പേര് അദ്ദേഹം പറയുന്നുണ്ട്. ആലപ്പുഴ ജില്ലാ കമ്മിറ്റി CPM ജില്ലാ കമ്മിറ്റി അംഗമായ KK ഷാജു. ഈ KK ഷാജു എന്ന് പറയുന്നത് പണ്ട് പാർട്ടി പുലർത്തിക്കൊണ്ട് ഗൗരിയമ്മ പുറത്തുപോയി JSS രൂപീകരിച്ചപ്പോൾ ഗൗരിയമ്മയുടെ വലങ്കായിട്ട് നിന്ന ഒരാളാണ്. ഇപ്പൊ JSS ഒന്നും ഇല്ലാതെല്ലാം പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും തിരിച്ച് പാർട്ടിയിലേക്ക് വന്നൊരു നേതാവാണ്. അദ്ദേഹം ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിനെതിരെ വലിയ രൂക്ഷമായ വിമർശനമാണ് സുധാകരൻ ഉന്നയിക്കുന്നത്. അദ്ദേഹം പേരെടുത്ത് പറയുന്നുണ്ട്, KK ഷൈജു ഇതിനകത്ത് തന്നെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഷൈജു അതിന് മറുപടിയായിട്ട് വരുന്നത് താൻ അങ്ങനെ സുധാകരനെ അധിക്ഷേപിച്ചിട്ടില്ല, സുധാകരൻ ഈ പറയുന്ന VD സതീശനെ പുകഴ്ത്തി, അത് ശരിയായില്ല എന്ന് പറഞ്ഞുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയാം ഈ പറയുന്ന സുധാകരൻ നേരത്തെ VD സതീശനെ കുറിച്ച് പറഞ്ഞത്, VD സതീശൻ സുധാകരനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാം അല്ലെ. താൻ പണ്ട് തന്നെ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു പേരാണ് VD സതീശൻ എന്നുള്ളത്. കാരണം വളർന്നു വരുന്ന അദ്ദേഹത്തിന്റെ തുടക്കകാലത്ത് അദ്ദേഹം സഭയിലൊക്കെ വരുമ്പോൾ താൻ ശ്രദ്ധിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. വലിയ രീതിയിൽ വന്നു, അദ്ദേഹം ഇപ്പോൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നൊക്കെ പറഞ്ഞ് നല്ലൊരു നിയമസഭാ സാമാജികൻ എന്നൊരു സർട്ടിഫിക്കറ്റ് സുധാകരനെ പോലെ ഒരാൾ കൊടുത്തിരിക്കുകയാണ്. അതേപോലെ തന്നെ ഏറ്റവും മികച്ച ഒരു പൊതുമരാമത്ത് മന്ത്രിയാണ് സുധാകരൻ എന്ന് VD സതീശനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് സ്വാഭാവികമാണല്ലോ അത് നല്ല നല്ലതിനെ നല്ലതെന്ന് പറയുക എന്നുള്ളത്. സംശയം ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദൂതനായി അജിത് കുമാർ RSS നേതാവിനെ കണ്ടപ്പോൾ ഈ സഖാക്കന്മാർക്ക് വിമർശിക്കണ്ടായിരുന്നു. അല്ല, അത് കുറെ നാളായിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഈ അജിത് കുമാറിനെ അതാണ് വിഷയം. തങ്ങൾക്ക് പിണറായി വിജയൻ വിമർശനങ്ങൾക്കെല്ലാം അതീതനാണോ? തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവര് വിമർശിക്കത്തുള്ളൂ. എതിരായിട്ടൊരു സംഭവം വന്നു കഴിഞ്ഞാൽ അവര് കമാന്ന് മിണ്ടാതെ പഞ്ചപുച്ഛം അടക്കി അവരിയ്ക്കും. അത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലാതുള്ള ഈ രീതിയിലാണെങ്കിലും ഒക്കെ തന്നെ നമുക്കറിയാം. അജിത് കുമാറിന്റെ കാര്യങ്ങളൊക്കെ, അജിത് കുമാറും CPM-ഉം RSS-ഉം തമ്മിലുള്ള ഒരു പാലമാണ് എന്നാണ് വലിയ വിമർശനം ഉന്നയിക്കുന്നത്. അത് നമുക്ക് തെളിഞ്ഞിട്ടുമുണ്ട്. പല കാര്യങ്ങളിലും ഈ പിണറായി വിജയൻ അജിത് കുമാറിനെ ചേർത്ത് പിടിക്കും. ഇപ്പോഴും അദ്ദേഹത്തിന് വീണ്ടും ഒരു പദവി തന്നെ കൊടുത്തു. നിലവിലൊരു പദവിയുണ്ട്. അത് പോരാളികൾ അത് സമ്മതിച്ചില്ല. എത്ര തന്നെ എതിർത്താലും അത് പച്ചയായ യാഥാർത്ഥ്യം ഒരു പകൽ പോലെ ഇവിടെ വ്യക്തമായി നിൽപ്പുണ്ട്. തീർച്ചയായിട്ടുമുണ്ട്. അത് നമുക്ക് പല കാര്യങ്ങളിലും അറിയാം. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ മകനെതിരെ സമൻസുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. പല വിഷയങ്ങളുണ്ട്. അതിലൊക്കെ തന്നെ ഈ പറയുന്ന ഒരു CPM BJP അത് ഇവിടെയൊന്നും അല്ല കേട്ടോ, സംസ്ഥാന തലത്തിലൊന്നും അല്ല, അത് കേന്ദ്രവുമായിട്ടാണ് പിണറായി വിജയന്റെ കണക്ഷൻ എന്ന് പറയുന്നത്. അതല്ല, അപ്പൊ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, ഞാനും അറിഞ്ഞില്ല എന്റെ മകനും അറിഞ്ഞില്ല എന്ന് പറയുന്നു. പക്ഷേ EDയുടെ വെബ്സൈറ്റിൽ ആ സമൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അത് വെറുതെ അവിടെ വെച്ചേക്കുന്നതാണോ? ഇവരെന്തുകൊണ്ട് അറിഞ്ഞില്ല? മറുപടി പറയേണ്ടത് ED-യാണ് സ്ഥിരീകരണം നടത്തേണ്ടത്. ഞങ്ങൾ അയച്ചിട്ടുണ്ടോ അതോ ഞങ്ങൾ വെറുതെ ഒരു വെബ്സൈറ്റിലെ ഒരു ഇതിൽ ആണോ എന്ന് അവർ വ്യക്തമാക്കേണ്ടത്.